നമസ്കാരം. ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വനിതാ നേതാവാണ് പി.കെ. ശ്രീമതി. കണ്ണൂരിൻ്റെ രാഷ്ട്രീയം കണ്ടുപഠിച്ച് ചെറുപ്പം മുതൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച് CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം വരെയായ പി.കെ. ശ്രീമതിക്കെതിരെ നിരന്തരം ട്രോളുകൾ ഇറങ്ങാറുണ്ട്. ടീച്ചർ അമേരിക്കയിലെങ്ങാണ്ട് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നത് കേട്ട് പിറകിൽ നിന്ന് അവതാരികമാർ ചിരിക്കുന്നതടക്കം സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ ട്രോളുകൾ ഇപ്പോഴും തുടരുകയാണ്. പി.കെ. ശ്രീമതി ടീച്ചർ മോദിയുടെ ദേശീയപാത പിണറായിയുടേതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വീഡിയോ ചെയ്തത് ഒരിക്കൽ വലിയ ട്രോളിന് കാരണമായിരുന്നു. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ CPMൻ്റെ നിലപാടിനോട് ചേർന്ന് നിന്നുകൊണ്ട് വനിതാ മതിൽ കെട്ടാനിറങ്ങിയപ്പോഴും ശ്രീമതി ടീച്ചർ അധിക്ഷേപിക്കപ്പെട്ടു. ശ്രീമതി ടീച്ചറിനെ അടുത്തറിയാവുന്നവർക്കറിയാം, ഇത്രയേറെ പരിഹസിക്കപ്പെടേണ്ട ഒരു കഥാപാത്രമേ അല്ല. CPMൻ്റെ മൂല്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന, വളരെ നിഷ്കളങ്കമായി സംസാരിക്കാൻ അറിയാവുന്ന അപൂർവം നേതാക്കളിൽ ഒരാളാണ് ശ്രീമതി ടീച്ചർ. ടീച്ചറിൻ്റെ ബന്ധുക്കളും സ്വന്തക്കാരുമൊക്കെയായി കുറച്ച് പേരുദോഷമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും, ടീച്ചർ മന്ത്രിയായപ്പോൾ മരുമകളെ പേഴ്സണൽ സ്റ്റാഫിൽ എടുത്തത് വിവാദമായിട്ടുണ്ടെങ്കിലും, ടീച്ചർ അടിസ്ഥാനപരമായി ആർക്കും ഉപദ്രവം ചെയ്യാത്ത, എല്ലാവരോടും സഹാനുഭൂതിയുള്ള ഒരു സാധു സ്ത്രീയാണ്. 2 തവണ പയ്യന്നൂരിൽ ജയിച്ച് MLA ആയി, VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയായി, കണ്ണൂരിൽ നിന്നും 1 തവണ MP ആയി എന്നതൊക്കെ ശ്രീമതി ടീച്ചറിൻ്റെ നേട്ടങ്ങളിൽപ്പെടും. പക്ഷെ എന്തുകൊണ്ടോ ശ്രീമതി ടീച്ചറിനെ വിടാതെ ട്രോളർമാർ പിന്നാലെ നടന്ന് ആക്രമിക്കുന്നു. ഏറ്റവും ഒടുവിൽ ടീച്ചർ ട്രോളിനിരയായത് ഒരു അബദ്ധത്തിൻ്റെ പേരിലായിരുന്നു. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ചത് രാവിലെ 9 മണി മുതലാണ് എന്ന് ടീച്ചർ തെറ്റിദ്ധരിച്ചു. തുടങ്ങിയ ദിവസം മാത്രമായിരുന്നു 9 മണി മുതൽ. ടീച്ചറിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ആ പത്രവാർത്തയായിരുന്നു. അതും വലിയ പരിഹാസത്തിന് കാരണമായി. പക്ഷേ ഇതിനെയൊക്കെ പോസിറ്റീവായി എടുക്കാനുള്ള എനർജി ടീച്ചർക്കുണ്ടായിരുന്നു. എന്നിട്ടും ടീച്ചർ കഴിഞ്ഞ ദിവസം AKG സെൻറ്ററിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞു. CPMകാർ ഇങ്ങനെ പൊട്ടിക്കരയുന്നത് പതിവുള്ളതല്ല. ശ്രീമതി ടീച്ചർ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ വെച്ച് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞത് തന്നെ അപമാനിക്കാൻ വേണ്ടി ആരൊക്കെയോ ഗൂഢശ്രമങ്ങൾ നടത്തുന്നെന്നാണ്. ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം തന്നെയാണ്. കാരണം ഇത്രയേറെ അഭിമാനക്ഷതം, മാനത്തിന് ഇത്രയധികം കോട്ടം സംഭവിച്ച ഒരു സന്ദർഭം എത്രയോ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ മോശമായിപ്പോയി. എൻ്റെ ഭർത്താവ് മരിച്ചു. ഭർത്താവ് അധ്യാപകനായിരുന്നു, ഞാനും അധ്യാപികയായിരുന്നു. 45 വയസ്സിന് വരെ ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചു. ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചത് 6ലും 7ലും ഞാൻ കണക്കും സയൻസുമാണ് ഞാൻ പഠിപ്പിച്ചത്. പലരും എന്നെക്കുറിച്ച് അങ്ങനെയൊന്നല്ല പറയാറ്, അധ്യാപികയല്ല എന്നൊക്കെയാണ്. അതിലൊന്നും എനിക്ക് വിഷമില്ല, പറയട്ടെ. പക്ഷേ ഇത് കുറച്ച് കടന്ന കയ്യായിപ്പോയി. അതുകൊണ്ട് ഞാനിപ്പോൾ DGPക്കും അതുപോലെ ആഭ്യന്തരമന്ത്രിക്കും നിയമസഭ നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും എല്ലാവർക്കും ഒരു പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ ആ ദൃശ്യം കണ്ടിട്ട് എനിക്ക് സങ്കടം വന്നു. CPMുമായി വലിയ ഭിന്നതയുള്ളപ്പോഴും, പിണറായി വിജയനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുമ്പോഴുമൊക്കെ ശ്രീമതി ടീച്ചറിനോട് എന്തെങ്കിലും വിവരം അറിയാൻ വിളിച്ചാൽ അവർ ആ ഒരു ശത്രുത കാണിച്ചിട്ടേയില്ല. സ്നേഹത്തോടെ മാത്രമേ എന്നോട് സംസാരിച്ചിട്ടുള്ളൂ. ഇന്ന് ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ടീച്ചറിനോട് സംസാരിച്ചപ്പോൾ അവരെന്നോട് സംസാരിച്ചതും അതേ സ്നേഹത്തോടും വാത്സല്യത്തോടുമാണ്. അതാണ് ശ്രീമതി ടീച്ചർ. ആ ടീച്ചർ ഇങ്ങനെ കരയുന്നത് കാണുമ്പോൾ ആർക്കാണെങ്കിലും വിഷമം വരും. പിണറായിയോ പിണറായിയുടെ മക്കളോ ഒക്കെ കരയുന്നത് കണ്ടാൽ നമുക്ക് സന്തോഷം തോന്നുമെങ്കിൽ ശ്രീമതി ടീച്ചറിൻ്റെ കരച്ചിൽ സന്തോഷം നൽകേണ്ടതില്ല. വാസ്തവത്തിൽ ശ്രീമതി ടീച്ചറിൻ്റെ കരച്ചിൽ വളരെ സ്വാഭാവികമായി സംഭവിച്ചതാണ്. CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. പിണറായി വിജയൻ എന്നൊരു നേതാവ് കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി ഈ പാർട്ടി ഹൈജാക്ക് ചെയ്ത് അവിടെയുള്ള എല്ലാ മൂല്യബോധവും നശിപ്പിച്ച് സകല അധികാരങ്ങളും പിടിച്ചെടുത്ത് ജനങ്ങളാൽ വെറുക്കപ്പെട്ട് പാർട്ടി പുറത്താവുമ്പോഴും പിണറായി അധികാര കസേരയിൽ തന്നെ നിലയുറപ്പിച്ചതിൻ്റെ അവസ്ഥയാണിത്. പാർട്ടിയെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഭാവിയെക്കുറിച്ചോർത്തുള്ള ആശങ്കയും കണ്ണുനീരുമുണ്ട്. പിണറായി പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് വന്നിരുന്നതോടെ തിരുത്താനുള്ള അവസരം പോലും CPMന് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇതൊന്നും തുറന്നു പറയാൻ ആർക്കും ധൈര്യമില്ല. CPM എത്തിയിരിക്കുന്ന ഗതികെട്ട അവസ്ഥയുടെ പ്രതിഫലനമാണ് ശ്രീമതി ടീച്ചർ എന്ന 75 വയസ്സ് പിന്നിട്ട ഒരു വനിതാ നേതാവിൻ്റെ ഈ പൊട്ടിക്കരച്ചിൽ. CPMകാർ കരയുന്നവരല്ല, അവർ പ്രതിരോധിക്കുന്നവരും പ്രതിഷേധിക്കുന്നവരുമാണ്. അവർക്ക് പോലും നിസ്സഹായരായി കരയേണ്ടി വരുന്നത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് പിണറായി ഈ നാടിന് നൽകിയ ശാപത്തിൻ്റെ ഭാഗമാണ്. പിണറായിയുടെ ഭരണകാലത്ത് എത്രയോ സ്ത്രീകൾ അപമാനിക്കപ്പെട്ടു. ഈ സ്ത്രീകളെ അപമാനിക്കാനും അവരെ അപഹസിക്കാനും അവരെക്കുറിച്ച് ലൈംഗിക കഥകൾ പോലും ഉണ്ടാക്കിയെടുക്കാനും സഖാക്കൾ മത്സരിക്കുകയായിരുന്നു. അന്ന് ആർക്കും ഒരു ശബ്ദവും ഉണ്ടായിരുന്നില്ല.
ചാനൽ അവതാരികമാരെക്കുറിച്ച് പോലും വൃത്തികേടുകൾ പറഞ്ഞു പരത്തി. ലൈംഗികമായ അധിക്ഷേപം സഖാക്കൾക്ക് ഒരു ഹരമായിരുന്നു. ആർക്കും എന്തും ആരെക്കുറിച്ചും പറയാമായിരുന്നു. അന്ന് പ്രൊട്ടക്റ്റഡ് ആയിരുന്നു CPM വനിതാ നേതാക്കൾ. ഇപ്പോൾ അവർ പ്രതിപക്ഷത്താകുമ്പോൾ, CPM പ്രതീക്ഷയില്ലാത്ത ഒരു പ്രസ്ഥാനമായി മാറുമ്പോൾ അവരുടെ ഉന്നത നേതാക്കൾക്ക് പോലും പൊട്ടിക്കരയേണ്ടി വരുന്നത് ഈ അവസ്ഥ കൊണ്ടാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ടീച്ചറിൻ്റെ പൊട്ടിക്കരച്ചിലിൻ്റെ കാരണം? 1960 മുതൽ 64 വരെ കുന്നംകുളം MLA ആയിരുന്ന കോൺഗ്രസ്സുകാരനായ PR കൃഷ്ണന്റെ വിധവ എന്ന പേരിൽ PK ശ്രീമതി ടീച്ചർ പെൻഷൻ വാങ്ങുന്നു എന്ന് പറഞ്ഞ് ജനൻ TV-യിൽ ഒരു വാർത്ത വരുന്നു. യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ PR കൃഷ്ണന്റെ ഭാര്യയുടെ പേരും PK ശ്രീമതി എന്ന് തന്നെയായിരുന്നു. ആ PK ശ്രീമതിയും ഈ PK ശ്രീമതിയും ഒന്നാണെന്ന് കരുതി വിവരാവകാശ രേഖകളുടെ അടിസ്ഥാനത്തിൽ ആധികാരികമായി വാർത്ത എഴുതുന്നു. ആ വാർത്ത ചില സായാഹ്ന പത്രങ്ങളും യൂട്യൂബർമാരും ഏറ്റുപിടിക്കുന്നു. മറ്റൊരാളുടെ ഭാര്യ എന്ന പേരിൽ സർക്കാരിനെ കബളിപ്പിച്ച് പെൻഷൻ വാങ്ങുന്നു എന്നുള്ള ആരോപണം ഈ 75-ാമത്തെ വയസ്സിൽ ശ്രീമതി ടീച്ചറിനല്ല ഒരു സ്ത്രീക്കും സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ടീച്ചർ വൈകാരികമായി സംസാരിച്ചത്. അനിൽ നമ്പ്യാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അനിൽ ഒരു വിശദീകരണവുമായി വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട ടീച്ചറെ, സത്യമായിട്ടും ഇങ്ങനൊരു വാർത്ത സംപ്രേഷണം ചെയ്ത കാര്യം എനിക്കറിയില്ല. ഇന്ന് അത് റിപ്പോർട്ട് ചെയ്ത് ശാലിനിയെ ഫോണിൽ വിളിച്ച് ഞാൻ സംസാരിച്ചു. നിയമസഭയിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിലാണ് വാർത്ത കൊടുത്തത് എന്നാണ് കുട്ടി എന്നോട് പറഞ്ഞത്. അതിൽ PK ശ്രീമതി സ്പൗസ് ഓർ PR കൃഷ്ണൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വെച്ച് വാർത്ത കൊടുത്തതാണ്. സത്യത്തിൽ PR കൃഷ്ണൻ എന്ന പേരിൽ ഒരു MLA ഇല്ലെന്നാണ് മനസ്സിലാക്കാനായത്. അങ്ങനെയെങ്കിൽ ഈ മഹാബദ്ധം എങ്ങനെയുണ്ടായി എന്നല്ല അന്വേഷിക്കേണ്ടത്. വാർത്തയിലൂടെ ടീച്ചർ കൊണ്ട മാനഹാനിയിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു. ടീച്ചറെ, ഞാൻ ജനൻ TV-യുടെ MD ഒന്നുമല്ല, ഒരു സാധാ തൊഴിലാളി, അത്രയേ ഉള്ളൂ. ഞാൻ ഈ വാർത്ത നേരത്തെ കണ്ടിരുന്നെങ്കിൽ ടീച്ചറെ വിളിച്ച് ചോദിക്കാനേ. വാസ്തവത്തിൽ സംഭവിച്ചത് PR കൃഷ്ണന്റെ ഭാര്യ PK ശ്രീമതിയും ഈ PK ശ്രീമതിയും ഒന്നാണെന്ന് ഈ വാർത്ത എഴുതിയ മാധ്യമപ്രവർത്തകയ്ക്ക് തെറ്റിദ്ധാരണയുണ്ടായി എന്നതാണ്. മാധ്യമപ്രവർത്തകർ ജാഗ്രത കുറവ് കാണിക്കുമ്പോൾ സംഭവിക്കുന്ന പിശക് പലപ്പോഴും തീർത്താൽ തീരാത്ത മാനഹാനിയായിരിക്കും പൊതുപ്രവർത്തകർക്ക് സമ്മാനിക്കുന്നത്. PK ശ്രീമതി ടീച്ചർ എന്നോട് പറഞ്ഞതുകൂടി കേൾക്കുക. എന്താണ് ടീച്ചറെ ഇപ്പോഴത്തെ ഇത്രയും ടീച്ചർ ഇത്രയും വികാരഭരിതയായി ഇത് കൈകാര്യം ചെയ്യാൻ കാരണം എന്തായാലും? ഇത് പിന്നെ ജനൻ TV-യിലുള്ള ഒരു വാർത്ത. അതെ, എന്റെ അടുത്ത ബന്ധു അങ്ങ് വിളിച്ചിട്ട് ഇങ്ങനെ ജനൻ TV-യിൽ ഒരു വാർത്ത വരുന്നുണ്ടെന്ന്, ഞാനൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയായിരുന്നു. ഇങ്ങനെ എങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞു എന്തെന്നാ അപ്പൊ ഇത് എന്തെന്ന് നോക്കാം, എന്താണെന്ന് നോക്കാം. അത് കഴിഞ്ഞ് ഞാനതങ്ങ് വിട്ട് കഴിഞ്ഞ് ഞാൻ ഡൽഹിയിലെല്ലാം പോയപ്പോഴത്തേക്ക് കുറെ ആള് പിന്നെ വേറെ പലതും അയച്ചു തരാൻ തുടങ്ങി. അതുമെല്ലാം കിട്ടി. ഞാൻ അയ്യോ ഇതെന്തെന്നാ ഇങ്ങനെ, അത് വളരെ മോശമായിട്ടാണ് ഇതിന് തട്ടിപ്പ് നടത്തുന്നു, മറ്റവരുടെ പേരിൽ ഇതെല്ലാം പറഞ്ഞിട്ട് ഭർത്താവ് ഭാര്യയാണ്, അങ്ങനെയൊക്കെ. ഞാൻ ഭാര്യ ചമഞ്ഞെന്നെല്ലാം പറയുമ്പോഴത്തേക്ക് നമ്മളെ എന്റെ ഭർത്താവ് മരിച്ചിട്ട് പത്രത്തിലേ ആയിട്ടുള്ളൂ. എന്നിട്ട് പെൻഷൻ വാങ്ങുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞ് അതും കഴിഞ്ഞു. അവിടെ ഞാൻ എന്തൊക്കെ നോക്കാം, ഞാൻ പാലക്കാട് വിളിച്ചു. അങ്ങനെ ഒരു MLA ഇല്ലാന്ന് പറഞ്ഞു. തൃശ്ശൂർ ഞാൻ പാർട്ടി ഓഫീസിൽ വിളിച്ചു. അങ്ങനെ ഒരു MLA ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ എനിക്കറിയുന്ന വേറെ ഒരു കൃഷ്ണൻ എന്ന് പറഞ്ഞപ്പോ നോർത്ത് മലബാറിൽ തന്നെ ആയിരിക്കും എന്നുള്ള നിലയിൽ അങ്ങനെ നോക്കി ആരുടെയും കാണുന്നില്ല. അപ്പോഴാണ് എന്റെ ഒന്നിച്ച് അഡീഷണൽ PS ആയിട്ട് ഗവൺമെന്റില് വലിയ ഉദ്യോഗസ്ഥനായിരുന്നു, UN സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറിയേറ്റ് ഉള്ള ഒരാള് എന്റെ ഒന്നിച്ചിട്ടായിരുന്നു. അദ്ദേഹം കണ്ണൂരാണ്. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ സുദിനത്തിലൊരു വാർത്ത വന്നിട്ടുണ്ട്. വന്ന ഉടനെ കിട്ടി. ഞാൻ സുദിനം പത്രം എനിക്ക് അയച്ചു തന്നു. അയച്ചു തന്നിട്ട് ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് വിളി തരാൻ തുടങ്ങിയത്. ടീച്ചർ ഇതിങ്ങനെ എന്തെന്നാ ഒരു വാർത്ത, ടീച്ചർ ഏതോ ഒരു പെൻഷൻ ആരുടെയോ പെൻഷൻ വാങ്ങുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അയ്യോ ഇല്ലപ്പാ, ഞാൻ ഇതെന്തെന്ന ഒരു വാർത്തയാണ് ഇങ്ങനെ വരുന്നത്, സുധീരല്ല അങ്ങനെ അയക്കുമ്പോ എന്നോടൊന്ന് ചോദിച്ചാൽ ഞാൻ പറയില്ലേ ഇതെന്തെന്ന് ഇങ്ങനെ ഒരയച്ചു കൊടുത്തില്ല. അവർ ആ സിറ്റിയിൽ മുഴുവനും ഒരേ മുസ്ലിം സഹോദരിമാരെന്നെ വിളിച്ചു തന്നെ. ടീച്ചറുടെ പിന്നെ ഇത് വേറെ ഏതോ ഒരു പെൻഷൻ വാങ്ങുന്ന കൃഷ്ണന്റെ ടീച്ചറുടെ ഭർത്താവ് ദാമോദരൻ നമ്പ്യാരല്ലേ. ഞാൻ പറഞ്ഞു അതെ കുട്ടി, എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഇങ്ങനൊരു വാർത്ത വരുന്നുണ്ട്, നമുക്ക് ഇനിയിപ്പോ വരുന്ന വരട്ടെ. അപ്പോഴാണ് നമ്മളൊരു സഖാവ് പറഞ്ഞ് ഈ മറ്റേ പത്രമില്ലേ, മറ്റേ BJPന്റെ പത്രം ജന്മഭൂമിയിൽ ഒരു വാർത്തയുണ്ട് നോക്കാം. എല്ലാം കൂടി എന്തിനാ പറയുന്നത്, എനിക്ക് ഇതാളെ കിട്ടുന്നുമില്ല, വളരെ മോശമായിട്ട് ഇങ്ങനെ. അതാണെങ്കിൽ കുറെ ആയിരക്കണക്കിന് ആള് യൂട്യൂബിൽ മാത്രം നോക്കി നിൽക്കുന്ന കുറെ ആളുണ്ടല്ലോ. യൂട്യൂബിൽ നല്ല രസമായിട്ട് കാണുന്ന ഭക്ഷണം കഴിക്കും, നല്ല യൂട്യൂബ് കാണുമല്ലോ. ഞാനും കാണലുണ്ട്. പിന്നെ അതിപ്പോ ഒരു കുറ്റം പറയാൻ പറ്റൂല. ആ ചാനലുകൾ മാത്രമല്ലല്ലോ, യൂട്യൂബ് ഒരുപാട് ആൾ കാണും. അപ്പോ പിന്നെ ഞാൻ ഉടനെ ഇനിയിപ്പം
ഞാൻ സെക്രട്ടേറിയറ്റിൽ പറഞ്ഞു ഇങ്ങനെ ഇതുണ്ട്, അപ്പൊ എന്തായാലും നിയമപരമായിട്ട് എന്നെ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പത്രസമ്മേളനം നടത്തി രാവിലെ. പത്രസമ്മേളനം നടത്തി. എനിക്കിത് ആരും അറിയുന്നില്ല, ഇങ്ങനൊരു പ്രശ്നം എന്ന് പറയുന്ന ആളുണ്ട്. ഞാൻ ഇതിങ്ങനെ അങ്ങേയറ്റ അടിസ്ഥാനരഹിതമായിട്ടുള്ള സത്യവുമായി കുറവൊന്നുമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിപ്പോ ഒരുപാട് ആളുകൾ കണ്ടു, എന്റെ ബന്ധുക്കളിടയിലാണെങ്കിൽ ആകെ വിഷമം, എനിക്ക് വിഷമം. പിന്നെ എന്റെ അനിയന്മാരൊക്കെ ഇതെന്താണ് വസ്തുത എന്ന് പറഞ്ഞ് ഇത് എന്തെന്നാ ഇത്, കാരണം ഇങ്ങനെ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ എഴുതൂലല്ലോ. മനസ്സിലായി. ഒരു നിയമസഭയിൽ നിന്ന് വാങ്ങുന്ന പെൻഷൻ ഇങ്ങനെ കടലാസ് കാണിച്ചിട്ട് PR പ്രസിഡന്റ് PK ശ്രീമതി ഞാനേ ഉള്ളൂ എന്നാണ് എല്ലാരും ധരിക്കുന്നത്. ഞാനിപ്പോ അറിയില്ല ഇങ്ങനെ ഒരു ശ്രീമതി ഉണ്ടായിരുന്നോന്ന് അറിയില്ല. അപ്പൊ എന്നിട്ട് പിന്നെ ഞാൻ അവിടെ ലേശം അവിടെ നിന്ന് കുറച്ച് എനിക്ക് സങ്കടം, അതിന്റെ 2 ദിവസമായിട്ട് കിടക്കുന്ന മനസ്സിന്റെ ഉള്ളിലുള്ള സങ്കടം ഒന്ന് പൊട്ടിപ്പോയി. സാധാരണ ടീച്ചർ ഇച്ചിരി ധൈര്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളാണല്ലോ. പക്ഷെ ഇതെന്താ വെച്ചാല് ഞാനാണെങ്കിൽ ഒരു 10 രൂപ ആരോടും കടം വാങ്ങിയ ഒരാളല്ല എന്റെ ജീവിതത്തില്. ഞാനൊരു ഈ 5,000 രൂപ ഭാര്യ വേണ്ടിച്ച് ഒരു പെൻഷൻ വാങ്ങുക എന്നെ പറഞ്ഞാലേ അതുണ്ടാക്കുന്ന അത് കുറച്ച് മോശമായിട്ടാണല്ലോ ഇതെല്ലാം സംസാരിച്ചുള്ളത്. എന്തായാലും കേസ് കൊടുക്കുവാണല്ലേ? കേസ് കൊടുത്തു. കേസിപ്പം ഞാൻ കണ്ടു. ഇന്നലെ ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി, പിന്നെ DGP, പിന്നെ വനിതാ കമ്മീഷൻ ഇവർക്കെല്ലാം കൊടുത്ത് അതിന്റെ കോപ്പിയും വാങ്ങി ഇവിടെ എത്തി. എഴുതി എല്ലാവർക്കെതിരെ, ഈ പബ്ലിഷ് ചെയ്ത് എല്ലാവർക്കെതിരെ എല്ലാവർക്കെതിരെ. കാരണം അവരെന്നോട് ചോദിക്കട്ടെ, അവർക്ക് അതിനൊരു ഉത്തരവാദിത്തമില്ലേ? ഞാൻ അറിയാത്ത ഒരാളൊന്നല്ലല്ലോ. PK ശ്രീമതി ടീച്ചർ ഒരു മുൻ ആരോഗ്യമന്ത്രിയും ലോകസഭാ മെമ്പറും കഴിഞ്ഞ 50 കൊല്ലമായിട്ട് ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കല്ലേ. ഇപ്പോഴും ഞാൻ സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അല്ലേ. എന്നോട് വിളിച്ച് ചോദിക്കാം, ഇങ്ങനൊരു വാർത്ത വരുന്നുണ്ട്, എന്താണത്? ആയിക്കോട്ടെ ടീച്ചർ, എല്ലാ പിന്തുണയുണ്ട്. ഇന്നത്തെ കാലത്ത് ഇതിനൊക്കെ ഒരു കൺട്രോൾ വേണ്ടി വരിക്കുന്നത്. വായി തോന്നുന്നതിനെല്ലാം വെളിച്ചപ്പാടാവുന്ന അവസ്ഥയായിപ്പം. ഇതിനൊരു കൺട്രോൾ ആവശ്യമാണ്. ഇങ്ങനെ കുറെ കേസൊക്കെ വന്നാലേ നടക്കത്തുള്ളൂ. അപ്പൊ ആയിക്കോട്ടെ ടീച്ചറെ, എല്ലാവിധ ആശംസ. താങ്ക് യു.